ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ അൽഫാമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് 1.5 കിലോ ചിക്കനാണ് എടുത്തിന്. ചിക്കൻ നന്നായിട്ട് ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഡ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് കത്തി വെച്ചിട്ട് വരഞ്ഞു കൊടുത്തിന്. മസാല ഉള്ളിലേക്കെല്ലാം നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഞാൻ ചിക്കൻ കുറച്ച് ചെറിയ പീസാക്കിയിട്ടാണ് കട്ടാക്കിയെടുത്തിന്. നിങ്ങൾക്ക് വേണ്ടിക്കൽ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന പോലെ 4 പീസാക്കിയിട്ട് തന്നെ കട്ടാക്കിയെടുക്കുക. ഇനി ഇതിലേക്കുള്ള മസാല റെഡിയാക്കിയെടുക്കുക. അതിന് വേണ്ടിയിട്ട് മിക്സിൻ്റെ ജാറിൽ ഒരു ചെറിയ തക്കാളി, ഒരു ചെറിയ സൈസിലുള്ള ഉള്ളി, 2 പച്ചമുളക്, ഒരു 10 ചെറിയ ഉള്ളി, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയിലയും പുതിന ഇലയും ഇട്ടിട്ട് വെള്ളമൊന്നും ചേർക്കാണ്ട് നന്നായിട്ട് അരച്ചെടുക്കണം. ഉള്ളിയിലും തക്കാളിയിലൊക്കെ അത്യാവശ്യം വെള്ളം ഉള്ളത് കൊണ്ടാണ് ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ടതെന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടി റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകം, 1 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ നിങ്ങൾക്ക് എരിവിന് ആവശ്യത്തിനനുസരിച്ച് വറ്റൽ മുളക് ഇട്ട് കൊടുക്കുക. ഞാനൊരു 10 എണ്ണ ഇട്ട് കൊടുത്തിന്. പിന്നെ ഇതിലേക്ക് 3 ഏലക്കായ, 5 ഗ്രാമ്പു, 2 ചെറിയ പീസ് കറുവപ്പട്ടയും, പിന്നെ 1 പീസ് കറുവപ്പട്ടൻ്റെ ഇലയും ഇട്ട് കൊടുത്തിന്. ഈ ടൈമിൽ ഇതിലേക്ക് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ അതിട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് മല്ലിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഒരു പാൻ എടുത്തിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചൂടാക്കിയെടുക്കുന്നത്. ഇനി ഇത് മിക്സിൻ്റെ ചെറിയ ജാറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലപ്പൊടി ആഡാക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമ്മൾ ഫസ്റ്റ് അരച്ച് വെച്ച മസാലയും കൂടി ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും, 1 ടീസ്പൂൺ സാദാ എരിവുള്ള മുളക് പൊടിയും, പിന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. നേരത്തെ മസാലപ്പൊടി ഉണ്ടാക്കുമ്പോൾ മുഴുവനായിട്ടുള്ള മല്ലി ഇട്ടണമെങ്കിൽ ഇപ്പോൾ മല്ലിപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. ഞാൻ നേരത്തെ ഇടാത്തത് കൊണ്ടാണ് ഇപ്പോൾ മല്ലിൻ്റെ പൊടി ഇട്ട് കൊടുത്തത്. പിന്നെ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ആക്കണം. പിന്നെ ആ ടൈമിൽ ഞാൻ നല്ലൊരു കളറിന് വേണ്ടിയിട്ട് 2 ഡ്രോപ്പ് റെഡ് ഫുഡ് കളർ ചേർത്ത് കൊടുത്തിന്. അത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ആക്കാം. ഇനി ചിക്കനെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ വേണം മസാല തേച്ച് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ ടൈം കൊണ്ട് ചിക്കനെല്ലാം നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്തിട്ട് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൻ്റെ താഴെയാണ് വെച്ച് കൊടുക്കേണ്ടത്, ഫ്രീസറിൽ വെക്കാൻ പാടില്ല. എന്നിട്ട് കുക്ക് ചെയ്യാൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ തണുപ്പ് പോകാനും കുറച്ച് ടൈം വെക്കണം. തണുപ്പോട് കൂടി എടുത്തിട്ട് കുക്ക് ചെയ്യാനും പാടില്ല. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്തെടുക്കുന്നത്. ഇനി ഗ്രില്ലിൽ കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് ചിക്കനൊക്കെ നിരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം 200 ഡിഗ്രി സെൽഷ്യസിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 200 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ ടോട്ടൽ 40 മിനിറ്റാണ് ഞാൻ കുക്ക് ചെയ്യാനെടുത്ത ടൈം. അതിൽ 20 മിനിറ്റ് ഒരു സൈഡും ബാക്കി 20 മിനിറ്റ് ചിക്കൻ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡൊന്ന് വെച്ച് കൊടുത്തിന്. അപ്പോൾ ആ ടൈം കൊണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റുള്ള അൽഫാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ.
പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.